ദേവിക, കണ്ണു തുറക്ക് ദേവിക. ദേവിക, കണ്ണു തുറക്കും മോളെ. ദേവിക മോളെ. കമലേഷ്, കണ്ണു തുറക്കും മോളെ. കമലേഷ്, കമലേഷ്, കരയല്ലേ, എല്ലാം ശരിയാവും. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ബാത്റൂമിൽ വീണ് പരിക്കേറ്റ നിലയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. പേര് ദേവിക. അവൾ ഏത് വാർഡിലാണ് ഉള്ളതെന്നൊന്ന് പറയാമോ? ദേവിക ഐസിയുവിലാണ് ഉള്ളത്. എങ്ങനെയുണ്ട് സിസ്റ്റർ അവക്ക്? തലയ്ക്ക് സൈഡിൽ ആഴത്തിലുള്ളൊരു മുറിവുണ്ട്. ഇതുവരെ ബോധം വന്നിട്ടില്ല. ഇവിടെ അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ദേവികയുടെ ജ്യേഷ്ഠനുണ്ട് ഇവിടെ. ഓ, ഹലോ അഞ്ജലി, ഞാനിപ്പോ ഹോസ്പിറ്റലാണുള്ളത്. താൻ പെട്ടെന്ന് തന്നെ ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ പറയുന്ന അനുസരിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണം. പെട്ടെന്ന് വാ. ഹലോ, എന്നിൽ നിന്ന് അകലെയായിരുന്നു അവൾ ഇതുവരെ. ഒരു ദിവസം പോലും എന്നെ വിളിക്കാതിരിക്കില്ല. അവൾക്ക് അത്രയ്ക്ക് സ്നേഹം എന്നോട്, അറിയൂ. എനിക്കറിയാം, എന്നോടൊക്കെ പറയാറുണ്ട്. കമലേഷിനും അവളോട് അങ്ങനെയൊക്കെ തന്നെയല്ലേ? അവള് നാട്ടിലേക്ക് വന്നപ്പോ ഞാനും നാട്ടിലേക്ക് വന്നു. അവളെ കാണാനും അവളോടൊപ്പം കുറച്ചു ദിവസം കഴിയാനുമായിരുന്നു ഞാൻ വന്നത്. മറ്റന്നാൾ ഞാൻ അബുദാബിയിലേക്ക് മടങ്ങാനിരിക്കുമായിരുന്നു. ഞാൻ എങ്ങനെ പോകും റോഷൻ? അവളുടെ ഈ അവസ്ഥ കണ്ട് ഞാൻ എങ്ങനെ പോകും? ഇവിടെ അവളെ കെയർ ചെയ്യാൻ മറ്റാരുമില്ല. ഞാൻ പുതിയ കമ്പനിയിലേക്ക് മാറാനിരിക്കുകയായിരുന്നു. കൃത്യസമയത്ത് ജോലിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകും. സഹോദരിയേക്കാൾ വലുതല്ലല്ലോ ജോലി. എങ്കിലും ഇക്കാലത്ത് മറ്റൊരു ജോലി കിട്ടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, റോഷൻ അറിയാമല്ലോ. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല റോഷൻ. ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ, ഏത് നിമിഷവും ദേവിയേക്ക് ബോധം വരാന്ന്. ജോലി നഷ്ടപ്പെടുത്തണ്ട, കമലേഷ് പോയിക്കോളൂ. പോകുന്നതിന് മുമ്പ് ദേവിക ഉണരും, സംസാരിക്കും. നമ്മുടെ പഴയ ദേവികയെ നമുക്ക് തിരികെ കിട്ടും. അവളെ ഞാൻ നോക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അവൾ എൻ്റെ വീട്ടിൽ താമസിക്കട്ടെ. ഈ ഒരു സ്ഥിതിയിൽ അവളെ വിട്ടുപോകാൻ എനിക്ക് കഴിയില്ല. അവൾക്ക് ബോധം വന്നാൽ, സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ പോകും. എൻ്റെ പെങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ച് ഒരു 2 ആഴ്ച ജോലിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ലീവ് എടുത്ത് ഞാൻ വരും എൻ്റെ പെങ്ങളുടെ അടുത്തേക്ക്. പിന്നെ അവൾക്ക് പൂർണ്ണമായും സുഖമായതിനു ശേഷമേ ഞാൻ പോകൂ. പേടിക്കണ്ട, ദേവിക ഉടനെ തന്നെ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരും. ഇന്ന് റോഷന്റെ വിവാഹമായിരുന്നു. ഭാര്യയൊത്ത് വീട്ടിൽ ചെലവിടേണ്ട സമയമാണ്. ഹോസ്പിറ്റലിലുമായി സന്തോഷമൊക്കെ പോയി അല്ലേ റോഷൻ? ഞാനിവിടെ ഉണ്ടല്ലോ. റോഷൻ വീട്ടിലേക്ക് ചെല്ല്. ഇതിന്റെ പേരിൽ ആദ്യ ദിവസം തന്നെ വൈഫ് പിണങ്ങണ്ട. വീട്ടിൽ ചെന്നാലും മനസ്സമാധാനം കിട്ടില്ല ദേവിക ഓർത്ത്. എന്നുവെച്ച് ഇവിടെ കഴിയാനാണോ പ്ലാൻ? അത് പറ്റില്ല. ഞാൻ പോവാം, കുറച്ചു നേരം കൂടി കഴിയട്ടെ. ദേവിക്ക് ബോധം വരുമോ നോക്കാം. അഞ്ജലി, പ്രേം ഇങ്ങനെ വിളിക്കുന്നിടത്തൊക്കെ വരാൻ ഇനി എനിക്ക് കഴിയില്ല. ഇന്നെന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണെന്ന് അറിയില്ലേ? എല്ലാവരും എന്റെ ചുറ്റിനുമുണ്ട്.
ഒരുവിധം മുങ്ങിയ ഞാൻ ഇങ്ങോട്ട് വന്നത്. റോഷന്റെ ഫ്രണ്ട് ദേവിക എന്റെ വീടിന്റെ ബാത്റൂമില് സ്ലിപ്പായി വീണിരുന്നു. അവളെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. റോഷൻ അവളെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. റോഷൻ നമ്മളെ കണ്ട പ്രശ്നോ? ദേവിക ഇവിടെ ഉണ്ടെന്ന് ആരാ തന്നോട് പറഞ്ഞത്? എന്നെ അമ്മ വിളിച്ചിരുന്നു. ദേവികയ്ക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. പറയ് പ്രേം, എന്തിനാ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്? ദേവിക ബാത്റൂമില് സ്ലിപ്പായി വീണതൊന്നുമല്ല, ഞാൻ തീർക്കാൻ ശ്രമിച്ചത് അവളെ. പ്രേം, എന്തിനത് ചെയ്തു? അവള് നമ്മൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഇന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്റെ റോഷന്റെ വിവാഹം നടക്കില്ലായിരുന്നു. തെളിച്ച് പറ പ്രേം. താലികെട്ട് ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് നീ എന്റെ മുറി വന്നിരുന്നല്ലോ. തെറ്റായ രീതിയിൽ ദേവിക നമ്മളെ ആ മുറി കണ്ടിരുന്നു. നമ്മളെ കണ്ട കാര്യം ദേവിക റോഷനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. നിങ്ങളുടെ വിവാഹം നടക്കില്ലായിരുന്നു. എന്നേക്കുമായി അവളുടെ വായടപ്പിക്കാനായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. അവള് തീർന്നെന്ന് കരുതിയ ഞാൻ അവിടുന്ന് പോയത്. പക്ഷെ അവള് രക്ഷപ്പെട്ടു. നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു അഞ്ജലി. ദേവികയ്ക്ക് ബോധം വന്ന അവള് നടന്നു നോക്ക റോഷനടക്ക എല്ലാവരോടും പറയും. കീർത്തിയും രാഹുലും മുൻപ് പറഞ്ഞത് സത്യമാണെന്ന് തെളിയും. റോഷൻ തന്നെ ഒഴിവാക്കും. അതോടെ നമ്മുടെ പ്ലാനൊക്കെ പൊളിയും. ഇനി എന്ത് ചെയ്യും പ്രേം? ബോധം വരും മുമ്പേ ഞാൻ അവളെ എന്നേക്കുമായി ഉറക്കും. ഞാൻ അവളെ തീർക്കും. എങ്ങനെയെങ്കിലും അവൾ കിടക്കുന്ന ഐസിയുവിനകത്ത് കയറണം. ഒരൊറ്റ ഇഞ്ചക്ഷൻ അവൾ അങ്ങ് പോകും. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അവളുടെ മരണത്തിന് പിന്നിൽ ഞാനാണെന്ന് അറിയാനും പോകുന്നില്ല. താൻ പേടിക്കണ്ട. എന്റെ ലക്ഷ്യം നിറവേറ്റിയതിനു ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോകൂ. ഇന്ന് നടക്കും, എത്രയും പെട്ടെന്ന് തന്നെ. ഇതൊന്നും അറിയാത്ത ഭാവത്തിലായിരിക്കണം വീട്ടിൽ നിന്റെ പെരുമാറ്റം. ഒരു സംശയത്തിന് ഇടവരുത്തരുത്. ഇല്ല പ്രേം, എത്രയും പെട്ടെന്ന് അവളെ തീർക്കണം. എങ്കിലും മനസ്സമാധാനം കിട്ടൂ. അത് ഞാൻ ഏറ്റു. ഒക്കെ നേരിട്ട് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഇനി വൈകിക്കണ്ട, താൻ ചെല്ല്. അഞ്ജലി എന്താ ഇവിടെ? അത് ഞാൻ വീട്ടിലെ ബാത്റൂമിനകത്ത് ദേവിക സ്ലിപ്പായി വീണിരുന്നു. ഇവിടെ ഐസിയുല ഉള്ളതെന്ന് അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ അവളെ കാണാൻ വന്നതാ. ഓ, എന്നിട്ട് കണ്ടോ? ആ, കണ്ടു. റോഷൻ ഇവിടേക്കാ വന്നതല്ലേ? എന്നോട് പറഞ്ഞില്ല. പെട്ടെന്നായിരുന്നു കോൾ. ഉടനെ ഇങ്ങോട്ടേക്ക് വന്നു. ഐ ആം സോറി അഞ്ജലി. ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറയാൻ റോഷനെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. എന്തായാലും ഇന്നത്തെ എല്ലാ സന്തോഷം കെട്ടുപോയി അല്ലേ അഞ്ജലി? അതെ. എന്താ ആലോചിക്കുന്നത്? ആർക്കെങ്കിലും ഇട്ട് കുത്തണമെന്നാണോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെ മാത്രല്ല, എല്ലാവരുടെയും വായടപ്പിക്കാനാണല്ലോ നിന്റെ ശ്രമം. അല്ല, ഇതാരാ? കുമ്പളങ്ങ ഇപ്പൊ ചേനത്തലയനായി. ഞാൻ നിർബന്ധിച്ച് ഡൈ ചെയ്യിച്ചതാ. ഓ, ഇവള് പറയുന്നു ഡൈ ചെയ്യാതിരുന്ന എന്നെ കണ്ട അച്ഛനും അച്ഛനെ കണ്ട എന്റെ മകനും ആന്ന് തോന്നുന്നു. ഡൈ ചെയ്താൽ അങ്ങനെയൊക്കെ തന്നെ. ഡാഡാ, എന്താ അവൻ പറഞ്ഞ സത്യമല്ലേ? എന്റെ അനീതിക്ക് ഇത് എന്തു പറ്റി?
അഞ്ജലിയുടെ കയ്യിൽ നിന്ന് ചെറിയൊരു കുത്ത് കിട്ടിയിട്ടിരിക്കാൻ തോന്നുന്നു. വളരെ ചെറുതായി എനിക്കും കിട്ടിയിരുന്നു. ഇപ്പൊ ചെറുത്, വലുത് വരാതിരിക്കുന്നേ ഉള്ളൂ. അതെ അതെ. അച്ഛനൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അല്ല, എവിടെ അഞ്ജലി? കാണാനില്ലല്ലോ. പുറത്തേക്ക് പോയി. അവളെ കെട്ടിയോനും പുറത്തേക്ക് പോണത് കണ്ടു. എന്നാ രണ്ടുപേരും ഒന്നിച്ചല്ല പോയത്. ഇന്ന് വന്ന് കയറിയ പെണ്ണ. ഇറങ്ങി പോകുമ്പോ എവിടെ പോകുന്നു എന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞോ? ആ ശീലം കാണില്ല. ഓ, എങ്കി പിന്നെ അതങ്ങ് നുള്ളിക്കളയുന്ന നല്ലത്. എവിടെ പോയതാ രണ്ടുപേരും കൂടി? ഹോസ്പിറ്റലില്. അച്ഛനല്ലേ പറഞ്ഞത് രണ്ടുപേരും ഒരുമിച്ചല്ല പോയതെന്ന്? ഒരുമിച്ചായിരുന്നില്ല പോയത്. ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടത് അഞ്ജലിയെ. ഒന്നിച്ച് എന്നോട് ഇങ്ങ് പോന്നു. എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? ദേവിക ഹോസ്പിറ്റലിലാ ഉള്ളത്. എന്തു പറ്റി ദേവികക്ക്? വിവാഹ സമയത്ത് എന്തോ അത്യാവശ്യത്തിന് ദേവിക പോയതാണെന്നല്ലേ നമ്മൾ കരുതിയത്. അവൾ എങ്ങും പോയിരുന്നില്ല. അഞ്ജലിയുടെ വീടിന്റെ ബാത്റൂമില് ബോധമില്ലാതെ കിടക്കായിരുന്നു അവള്. ബാത്റൂമിൽ പോയപ്പോ സ്ലിപ്പായി വീണതാവാന്നാ കരുതുന്നത്. അതെ, സ്ലിപ്പായി വീണത് തന്നെയാ. അമ്മ കണ്ടപ്പോ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ദേവികയുടെ തലയ്ക്ക് മുറിവുണ്ട്. ഇപ്പോഴും അവൾക്ക് ബോധം വന്നിട്ടില്ല. ICUവിലാണുള്ളത്. അവളുടെ ഏട്ടൻ അവളുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. കഷ്ടായി പോയല്ലോ. നമ്മുടെ ഒരു ഫംഗ്ഷന് വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ. പെട്ടെന്ന് തന്നെ ബോധം വരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നിട്ട് നീ ഇങ്ങ് വന്നല്ലോടാ. അവക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ? അവളുടെ ഏട്ടൻ കമലേഷ് ഉണ്ട് അവിടെ. ഈ കാര്യം അമ്മ വിളിച്ചു പറഞ്ഞപ്പോ ഷോക്കായി പോയി. അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. പറയാതെ പോയതിന് എന്നോട് ക്ഷമിക്കണം. അതിനെന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഇന്ന് വിവാഹം കഴിഞ്ഞവരാ നിങ്ങൾ. അക്കാര്യം മറക്കണ്ട. സന്തോഷത്തോടെ വേണം കഴിയാൻ. ദേവികയുടെ കാര്യം ഓർത്ത് ടെൻഷനൊന്നും വേണ്ട. പാവം, വല്ലാത്ത സങ്കടമായി പോയി. അല്ല മോനെ, അമ്മ, ദേഷ്യാണോ എന്നോട്? രണ്ടുപേരോട് സോറി. രാഹുൽ എന്നെ അവഗണിച്ചു. ആ ദേഷ്യത്തിലാ ഞാൻ നിങ്ങളോട് അങ്ങനെ പെരുമാറിയത്. അമ്മ മറക്കണം. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഏയ്, ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല. എനിക്കറിയില്ലേ മോളെ. ചേച്ചി, ഞാൻ കാര്യമാക്കിയിരുന്നു. പെട്ടെന്നുള്ള തന്റെ ഭാവമാറ്റം എന്നെ വിഷമിപ്പിച്ചിരുന്നു. സോറി. നമ്മൾ ഒന്നിച്ചു നിന്ന കാര്യങ്ങൾ എളുപ്പമാകും. കീർത്തിയ നമ്മുടെ മുഖ്യ ശത്രു. ഇനി അവൾ ഈ വീട്ടിലേക്ക് വരുമെന്ന് അറിയില്ല. വന്നാ വേലക്കാരിയെ പോലെ നീ അവളെ ട്രീറ്റ് ചെയ്യണം. നമ്മളോട് കാണിച്ചതിനൊക്കെ എണ്ണി എണ്ണി നമുക്ക് പ്രതികാരം ചെയ്യണം. ഞാൻ അതിനായി കാത്തിരിക്കായിരുന്നു ചേച്ചി. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ഹലോ, എന്തിനാ വിളിച്ചേ? വഴക്കൂടാനാണോ? അതിന് നീയല്ലേ തുടക്കിടുന്ന, ഞാനല്ലോ. എന്തിനാ വിളിച്ചേ? അത് പറയൂ. ഏട്ടന്റെ സുഹൃത്ത് ദേവിക ഹോസ്പിറ്റലാ. ഇപ്പോഴും ബോധം വന്നിട്ടില്ല ദേവികയ്ക്ക്. എന്തു പറ്റി അവക്ക്? അഞ്ജലിയുടെ വീട്ടിലെ ബാത്റൂമില് ബോധമില്ലാതെ കിടക്കുന്ന നിലയിൽ അവളെ കണ്ടത്. ഉടനെ അഞ്ജലിയുടെ അമ്മ ഹോസ്പിറ്റലിൽ എത്തിച്ചു.
തലയുടെ സൈഡില് മുറിവുണ്ട്. ബാത്റൂമില് സ്ലിപ്പായിട്ട് വീണതാന്ന് എല്ലാരും കരുതുന്നത്. പക്ഷെ എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സ് പറയുന്നു അവളെ ആരോ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന്. ആര്? ദേവികയ്ക്ക് വല്ല ശത്രുക്കളുള്ളതായി രാഹുലിനറിയോ? ഞാൻ ഉദ്ദേശിച്ചത് പ്രേംരാജിനെ അഞ്ജലിയാ. അവരായിരിക്കോ അവളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത്? എന്തിന്? വിവാഹ സമയത്ത് ആ വീട്ടില് പ്രേംരാജ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാ. പലതവണ അഞ്ജലിയെയും കാണാതായിട്ടുണ്ട്. അഞ്ജലിയും പ്രേംരാജും ഇന്നത്തെ ദിവസം ആ വീട്ടിൽ ആരും കാണാതെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവര് തമ്മിലുള്ള അരുതാത്തത് വല്ലതും ദേവിക കണ്ടു കാണും. ദേവിക ഇത് മറ്റാരോടെങ്കിലും പറയുമെന്നുള്ള പേടികൊണ്ട് ഇരുവരും ചേർന്ന് അവളെ വകവരുത്താൻ ശ്രമിച്ചതായിരിക്കും. ഇത് വെറും ഊഹമല്ലേ രാഹുൽ? അങ്ങനെ ഒരു സംഭവം നടന്നതിന് ഒരു തെളിവുമില്ലല്ലോ. ദേവികയുടെ കാര്യം പറയുമ്പോ അഞ്ജലിയുടെ ഭാവമാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ദേവികയുമായിട്ട് അഞ്ജലിക്ക് ഒരു അടുപ്പമില്ല. അവൾക്ക് ഇങ്ങനെ സംഭവിച്ചതറിഞ്ഞ് അടുത്തൊരാൾക്ക് സംഭവിച്ച പോലെ അഞ്ജലി പെരുമാറുന്നത്. ഓവർ ആക്ടിംഗ് ആയിരുന്നു. അതിൽ നിന്ന് തന്നെ അവളുടെ മനസ്സിൽ കള്ളത്തരമുണ്ടെന്ന് വ്യക്തമാണ്. ഏട്ടന്റെ വിവാഹ സമയത്ത് ദേവികയുടെ ഫോണിൽ നിന്ന് നിരവധി കോളുകളാ ഏട്ടന്റെ ഫോണിലേക്ക് വന്നത്. ഫോൺ സൈലന്റ് ആയതുകൊണ്ട് ഏട്ടനെ ശ്രദ്ധിച്ചില്ല. അവൾ അപകടത്തിൽപ്പെട്ടപ്പോ ഏട്ടനെ വിളിച്ചതാവാം. എനിക്ക് ഉറപ്പുണ്ട് കീർത്തി, ദേവികയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിന്നില് പ്രേംരാജ് അഞ്ജലിയും തന്നെയാ. ഒക്കെ ഏട്ടനോട് പറഞ്ഞാലോ? ഈ നിമിഷം അവളെ കഴുത്തിന് പിടിച്ച് ഇറക്കേട്ടെ. ഒന്നും സംഭവിക്കില്ല. മുൻ അനുഭവം മറന്നോ രാഹുൽ? തെളിവ് വേണം രാഹുൽ. എന്തായാലും നമുക്കൊന്ന് അഞ്ജലിയുടെ വീട് വരെ പോവാം, ഒരു അന്വേഷണം നടത്താം. എന്തു പറഞ്ഞ അവിടെ ചെല്ലും? അഞ്ജലിയുടെ അമ്മയ്ക്ക് ഒക്കെ അറിയാമായിരിക്കോ? എന്ത് പറയണമെന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അഞ്ജലിയുടെ വീട്ടിൽ ചെല്ലണം. എന്തെങ്കിലും ഒരു തെളിവ് നമുക്കായി അവിടെ കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. മണിയറയിലേക്ക് കയറും മുമ്പ് ഏട്ടൻ അഞ്ജലിയുടെ കഴുത്തിൽ നിന്ന് താലി പൊട്ടിച്ചെറിയണം. രാഹുൽ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഓക്കെ? സിസ്റ്റർ, ദേവിക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് ബോധം വന്നോ? ഇല്ല. എക്സ്ക്യൂസ് മീ, ദേവികയുടെ ജ്യേഷ്ഠനല്ലേ? അതെ. ആരാ? മനസ്സിലായില്ല. ഞാൻ ജയേഷ്, ദേവികയുടെ ഫ്രണ്ടാ. ഞാൻ വിവരം അറിഞ്ഞു വന്നാ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, പലതവണ ദേവിക എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലായി. പക്ഷേ ഓരോരോ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ദേവിക ബാത്റൂമിൽ സ്ലിപ്പായി വീണതാണല്ലേ? അതെ, അവളുടെ ഒരു ഫ്രണ്ടിന്റെ വിവാഹത്തിന് പോയതായിരുന്നു. അവിടെ വെച്ചാ സംഭവിച്ചത്. പെട്ടെന്ന് സുഖപ്പെട്ടാ മതിയായിരുന്നു. ദേവികയുടെ കൂടെ വന്നതാരാ? ഞാനാ. ഈ മെഡിസിൻ ഒന്ന് വാങ്ങിച്ചിട്ട് വരണം. സിസ്റ്റർ, എനിക്ക് അബിയൊന്ന് കാണണം. അതിനെന്താ കാണാലോ? ഞാൻ പോയി മെഡിസിൻ വാങ്ങിട്ട് വരാം.